കാര്യം കൂടെ പറഞ്ഞത്. സ്വകാര്യമായ ഒരു കാര്യം ചാനലിലൂടെ പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ശ്രീ രാഹുൽ ഗാന്ധിയോട് ഞങ്ങളെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞപ്പം അദ്ദേഹത്തിന്റെ ഒരു മാൻകൈൻഡ് ആണ്. അദ്ദേഹം ചോദിച്ചു, ആർ യു ഷുവർ അബൌട്ട് ദിസ്? നിങ്ങൾക്ക് ഇത്രയും പണം, ഒരു യുവജന സംഘടന ഇത്രയും പണം കണ്ടെത്തി തരുമോ? കാരണം പാരന്റ് ബോഡി 100 വീട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇടതുപക്ഷം ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രം പറയുകയാണ്. അന്ന് രാഹുൽ ഗാന്ധി ഈ പറയുന്ന കനകോലുകളൊക്കെ ചോദിച്ചതാണ്, നിങ്ങൾക്കിത് നടത്താൻ പറ്റുമോ? എന്താ സംഭവം മനസ്സിലായോ? വയനാട് നമ്മുടെ ഗവൺമെന്റ് ആ വീട് വെച്ചു കൊടുക്കുന്നതിന്റെ ആർക്കൊക്കെയാണ് ഏതൊക്കെ വീടാന്നുള്ളതിന്റെ ഒരു നറുക്കെടുപ്പ് ഇന്നലെ കണ്ടു. അതിന്റെ കണ്ണീരണിഞ്ഞ നിമിഷങ്ങളിലൂടെ നമ്മളൊക്കെ പോയതാണ്. ആ ഒരു വീഡിയോ കണ്ടു തീർക്കുകയാണെങ്കിൽ ഒരല്പം മനുഷ്യത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ കണ്ണുനീര് പുറത്തു വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയ്ക്കാണ് അവരുടെ ഒരു സന്തോഷം നമുക്ക് കാണാൻ കഴിയുക. അതൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇതേപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു ജനതയുടെ പേരാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ പേരാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. പ്രതിപക്ഷം 300 വീട് പറഞ്ഞ് അവസാനം 35 വീട്ടിലേക്ക് എത്തിയ കഥയൊക്കെ നമുക്കറിയാം. ഇപ്പോ ആനകൾ മേഞ്ഞടക്കുന്ന ഒരു കാടാണ് ഇപ്പോൾ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരൊക്കെ പറിച്ചെടുത്തിരിക്കുന്നത്. എത്രയോ വീടുകൾ നൽകും എന്ന് ഇവര് വാഗ്ദാനം ചെയ്തിരുന്നു. അതൊക്കെ പോയി ഇപ്പൊ 100 വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് 100 വീട്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 449 വീട് ഇവന്മാര് തന്നെ, ഈ കള്ളന്മാര് തന്നെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ കൊടുക്കില്ല, പച്ചയ്ക്ക് നുണ പറയും. ഇനി ഈ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കെടുക്കട്ടെ. എന്തുകൊണ്ട് ഇവരെ കൊടുക്കില്ല എന്നതിന് ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു സംഗതി കാണിച്ചു തരാം. ഇപ്പോഴും ഇരുന്നിട്ട് മേഞ്ഞ നുണ പറയുകയാണ് കേട്ടോ, കണ്ടുനോക്കൂ. 2 ചോദ്യങ്ങളാണ് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. അതൊന്നല്ല, ഈ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് ക്ഷമിക്കണേ, ഒറ്റ മിനിറ്റ്. നിവേദനെ ഏതെങ്കിലും, ഞാൻ 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഒരാള് പ്രത്യേകിച്ച് ആ സ്ത്രീകളോ ആരും കൊണ്ടൊന്ന് നിവേദനം തന്ന ഞാൻ അപ്പൊ കീറി കളയോ? ഇതാണ് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ തരത്തിലുള്ള ക്യാമ്പയിൻ. ഞങ്ങൾ ഇന്നലെ ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പി ഇത് കണ്ടിട്ട്. ഞങ്ങൾ ജനങ്ങളും ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പാണ്. എന്റെ പ്രിയപ്പെട്ട VD സതീശൻ ചേട്ടാ, താങ്കൾക്ക് ആ ഒരു പേപ്പർ തരുന്നത്, ആ ഒരു നിവേദനം നിങ്ങളെ എനിക്ക് തരുന്നത് ജനങ്ങളെല്ലാവരും കണ്ടതാണ്. മനുഷ്യന്മാര്, കണ്ണുള്ളവന്മാരൊക്കെ കണ്ടതാണ് VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യന് ആ ഒരു നിവേദനം നൽകുന്നത്. അത് ആ സ്റ്റേജിൽ നിന്ന് തന്നെ ഒരു നാണവും മാനവും ഇല്ലാതെ കീറിക്കളഞ്ഞതിന് ഇയാൾ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് അതെന്തോ രഹസ്യം എഴുതി കൊടുത്തതാണത്രേ. നേരിട്ട് പറയാൻ കഴിയാത്ത എന്തോ ഒരു രഹസ്യം, ഇങ്ങനെ രഹസ്യം എഴുതി കൊടുത്ത് അതൊക്കെ സ്വീകരിച്ച ഒരാള് ഇപ്പുറത്ത് നിന്നിട്ട് ആകെ കുടുങ്ങി പണ്ടാറായിട്ടുണ്ട്. നിങ്ങൾക്ക് അയാളെ പറ്റി പിടുത്തിലേക്ക് ഇതാണ് ആ മനുഷ്യൻ. സ്വകാര്യമായ കാര്യങ്ങളൊക്കെ പറയുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ എഴുതി കൊടുക്കുകയും വാങ്ങിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ട് ആകെ കുടുങ്ങി പണ്ടാറൊക്കെ എടുക്കുമ്പോൾ അതിലേക്ക് താങ്കളും എത്തണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിച്ചു വന്നത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊരു സത്യസന്ധമായിട്ട് നിന്ന് ഉത്തരം പറയാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ. ഈ ചങ്ങാതിക്ക് നമ്മുടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയുമായി കഴിഞ്ഞാൽ എന്തായിരിക്കും പൊതുജനങ്ങളുടെ അവസ്ഥ? നമ്മൾ കൊടുത്ത, അത് ഒരു കോൺഗ്രസ് പ്രവർത്തക തന്നെ കൊടുത്ത ഒരു അപേക്ഷ, ഒരു നാണവും മാനവും ഇല്ലാതെ, ഒരു ഉളുപ്പും ഇല്ലാതെ ആ സ്റ്റേജിൽ നിന്ന് തന്നെ 16 കഷ്ണങ്ങളാക്കി ചീന്തിക്കളയാൻ മടി കാണിക്കാത്ത ഇദ്ദേഹം നമ്മളൊക്കെ കൊടുക്കുന്ന നിവേദനങ്ങൾ ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ തന്നെ പിടിച്ച് ചുരുട്ടിക്കൂട്ടി നമ്മുടെ മുഖത്തേക്ക് അറിയില്ലേ? എന്താ സംശയം? ഒരു സംശയവും വേണ്ട, ഈ നേതാക്കന്മാർ ചെയ്യും. നോക്കൂ, വയനാട്ടിലേക്ക് പോകുന്ന ടണൽ പ്രൊജക്ട് ഞങ്ങൾ എതിർക്കും. 6 വഴി 7 വഴി 8 വഴി പാത ഞങ്ങൾ എതിർക്കും. കേരളത്തിൽ വികസനം കൊണ്ടുവരുന്ന എല്ലാം ഞങ്ങൾ എതിർക്കും. ഇപ്പോൾ സ്കൂളുകളൊക്കെ ഹൈടെക് ആയിട്ട് ഇതൊക്കെ ഞങ്ങൾ എതിർക്കും. ഹൈടെക് ആക്കുന്നതിനൊക്കെ പുറകിലുള്ള കള്ളക്കളികൾ ഞങ്ങൾ പരിശോധിക്കും. എന്റെ പൊന്നു സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറയണമെങ്കിൽ ഒന്നെങ്കിൽ ഇയാളുടെ കിളി പോയിട്ടുണ്ടാവണം. നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ കാണിക്കാം. വയനാട് കളക്ടറാണ് ഈ സംസാരിക്കുന്നത്. കോൺഗ്രസ്സുകാര് അന്ന് ഈ വീടിന് വേണ്ട ഒരു അപേക്ഷ നൽകണം, അല്ലെങ്കിൽ വീട് നൽകാൻ ഗവൺമെന്റ് തയ്യാറാണ്, ഒരു ടൗൺ പ്ലാനിങ് എടുത്തിട്ട് അവിടെ വീട് നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ നേരെ പറഞ്ഞത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഗവൺമെന്റ് 15 ലക്ഷം രൂപയാണോ വേണ്ടത്, വീടാണോ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ അതിന്റെ ഇടയിൽ ഇടപെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ 15 ലക്ഷം രൂപ വാങ്ങിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ ഈ കോൺഗ്രസിന്റെ ഈ കള്ളക്കളി തിരിച്ചറിയാൻ കഴിയാതെ 15 ലക്ഷം രൂപയും വാങ്ങിച്ചു പോയി.
ഈ വാങ്ങിച്ചു പോയ ആളുകളൊക്കെ ഇപ്പൊ തിരികെ വരികയാണ്. തിരികെ വന്നിട്ട് ഞങ്ങൾക്ക് വീട് തരാൻ കഴിയുമെന്ന് ചോദിക്കുക. നിയമപരമായിട്ട് നടക്കില്ല. 15 ലക്ഷം രൂപ വീട് വേണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് വാങ്ങിച്ചു പോയതാ. ഇനി വീട് വേണമെങ്കിൽ ആ 15 ലക്ഷം രൂപ തിരികെ നൽകണം. ഗവൺമെന്റ് ഇപ്പൊ കെട്ടിക്കൊടുത്തത് 20 ലക്ഷം രൂപയുടെ അടിപൊളി വീടുകളാണ്. നോക്കൂ, എന്തായാലും ആ കളക്ടർ, ഞാൻ പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, കളക്ടർ പറയുന്നത് കേട്ടോക്കെ. എൻകറേജ്മെന്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഈ പൈസ മേടിച്ചു പോയി ആരെങ്കിലും തിരികെ വരാൻ താല്പര്യം പ്രകടിപ്പിക്കും? കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ആദ്യഘട്ടത്തിലെ കുറച്ച് ആൾക്കാരുടെ ഗവൺമെന്റിലോട്ട് നമ്മൾ കൊടുത്തിട്ട് അത് പൈസ തിരിച്ചു കൊടുക്കാനും വീടുകൾ അനുവദിക്കാനും നമ്മൾ ഗവൺമെന്റിൽ നിന്നും ഉത്തരവെടുത്തിട്ട് അവരെ വീട്ടിൽ കൊടുക്കാനുള്ള ഇതിലേക്ക് നമ്മൾ പോയി. ഇനിയും എന്റെ അടുത്ത അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കരയുന്നുണ്ട്, മാഡം നമ്മൾ ആ സമയത്തിലെ 15 ലക്ഷം എടുത്തുപോയി മാഡം, എങ്ങനെയെങ്കിലും ഒരു വീട് അനുവദിച്ചു കൊടുക്കണം പറഞ്ഞിട്ട്. ഇപ്പൊ ഇത്ര നല്ല രീതിയിൽ ഒരു ലൊക്കേഷൻ ആണെങ്കിലും അമ്യൂണിറ്റീസ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും അതൊക്കെ നോക്കി അവർ ഭയങ്കര തൃപ്തരാണ്. എൻ്റെ അടുത്ത് വരുമ്പോൾ തൃപ്തരായിട്ടാണ് അവർ സംസാരിക്കുന്നത്. കണ്ടില്ലേ, സംസാരിക്കുന്ന അവിടുത്തെ കളക്ടറാണ്. ആ വീട് കാണുമ്പോൾ, അവിടുത്തെ സൗകര്യം കാണുമ്പോൾ ആളുകളൊക്കെ ഭയങ്കര തൃപ്തരാണ്. അന്നാ 15 ലക്ഷം രൂപ വാങ്ങിച്ചു പോയ ആളുകളൊക്കെ തിരികെ വരുന്നു. ഞങ്ങൾക്ക് കൂടി വീട് വെച്ച് തരാമോ എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ആ 15 ലക്ഷം രൂപ അന്ന് അവിടെ ആ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വാങ്ങിച്ചു പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ ഇടപെടൽ. കോൺഗ്രസ് നേതാക്കളും അതുപോലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ടൗണ് വരാൻ പോകുന്നില്ല, ഈ ഗവൺമെന്റ് പറ്റിക്കും എന്ന് പറയുന്ന കള്ളപ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ആ ഒരു 15 ലക്ഷം രൂപ ആ പാവങ്ങൾ വാങ്ങിച്ചു പോയത്. ഇപ്പോഴിതാ ഈ സൗകര്യം കാണുമ്പോൾ, ആ ഒരു വീട് കാണുമ്പോൾ, ആ വീട്ടിൽ ഗവൺമെന്റ് കൊടുത്ത സൗകര്യങ്ങൾ കാണുമ്പോൾ തിരികെ വരാൻ അവർ തയ്യാറാകുന്നു. ഇനി എന്താണ്? രക്ഷയില്ല. അന്ന് കൊടുത്ത 15 ലക്ഷം രൂപ തിരികെ കൊടുക്കണം. എങ്കിൽ മാത്രമായിരിക്കും ഇനി ഒരു അടുത്ത പ്ലാനിങ്ങിൽ അതുണ്ടാവുകയുള്ളൂ. ഇനി അതും പോട്ടെ, അടുത്ത തവണ എങ്ങാൻ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, വീട് പോയിട്ട് ഒരു മണ്ണിന്റെ ചാല് പോലും, ഒരു കളിവീട് പോലും അവിടെ ഉണ്ടാക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവന്മാര് മൊത്തം കുളമാക്കും എന്നുള്ളതാണ്. എത്രയോ വീട് കൊടുക്കാൻ പറഞ്ഞിട്ട് ആ വീട് കൊടുക്കാനുള്ള പ്രപ്പോസൽ പോലും ഇവർ മുന്നോട്ട് വെച്ചിട്ടില്ല. അതിലുള്ള പണി പോലും തുടങ്ങിയിട്ടില്ല. പറമ്പ് എടുത്തെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ കണ്ണക്കടിച്ച് കാണിക്കുന്നുണ്ട്. ആരോടാണ്, എന്താണോ ഇപ്പോഴേക്ക് മനസ്സിലാവാത്തത്? ഈ കോൺഗ്രസിനൊക്കെ ഇപ്പോഴും ഈ നേതാക്കന്മാരെ, VD സതീശനെ പോലുള്ള നേതാക്കന്മാരൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ എന്നതാണ്. ഇത്ര അധികം നുണ പറഞ്ഞിട്ടും, ഇത്ര അധികം വികസന വിരോധിയായിട്ടും, RSSന്റെ ശാഖയിൽ പോയിട്ട് ഗുരുജിക്കും ഹെഡ് ഗവർണറിനും വേണ്ടിയിട്ട് പൂവിട്ട ഇവനൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെ നോക്കുമ്പോൾ അവർ 15 ലക്ഷം മേടിച്ച ആൾക്കാരും വീടും വേണം എന്നാണ് ഇപ്പൊ വരുന്നത്. കണ്ടില്ലേ, ആ 15 ലക്ഷം രൂപ വാങ്ങിച്ച ആൾക്കാർക്ക് വീട് വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ര കാണിക്കുന്നുള്ളൂ. ആ അമ്മയുടെ വിതുമ്പല് 66 നമ്പർ 1G76 എന്ന് പറയുന്ന ഒരു വീട് കിട്ടിയ ആ അമ്മയുടെ വിതുമ്പല് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വിതുമ്പല് എന്നതിനേക്കാൾ അപ്പുറം അത് ആ അമ്മയുടെ ഒരു സന്തോഷമാണ്, ആഹ്ലാദമാണ്. ഞങ്ങൾക്കിത് തന്നു എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷമാണ്. ഈ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലേക്ക് ഉൾപ്പെടേണ്ടവരായിരുന്നു ആ 15 ലക്ഷം വാങ്ങിച്ചു പോയ ആളുകൾ. ആ 15 ലക്ഷം വാങ്ങിച്ചു പോയ ആളുകൾ അവരൊക്കെ കൂടി കേൾക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടിയൊക്കെ പറയാണ്, നിങ്ങൾ ചതിക്കപ്പെട്ടവരാണ്, നിങ്ങൾ പറ്റിക്കപ്പെട്ടവരാണ്. ഈ ഗവൺമെന്റ് വിശ്വസിക്കാതെ പുറമേയുള്ള ഇത്തരം വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് അതിനേക്കാൾ അശ്ലീലപരമായിട്ടുള്ള വെളുത്ത വസ്ത്രം ഒരു ശുഭ വസ്ത്രമായിട്ടൊക്കെയാണ് കരുതുക, ശുഭ്രവസ്ത്രമായിട്ടൊക്കെയാണ് കരുതുക. പക്ഷെ ആ ശുഭ്രവസ്ത്രം ധരിച്ചിട്ട് ഏറ്റവും മോശം പ്രവൃത്തി ഒക്കെ ചെയ്തു കൂട്ടുന്ന അത്തരം ആളുകൾ വർത്തമാനം കേട്ട് നിങ്ങൾ പറ്റിക്കപ്പെട്ടവരാണ്. തിരികെ വരാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു. ഓപ്ഷൻ ഉണ്ടാക്കും ഈ ഗവൺമെന്റ്. അങ്ങനത്തെ ഒരു ഗവൺമെന്റാണ്. അങ്ങനെയൊന്നും ഈ പാവങ്ങളെ തള്ളിക്കളയില്ലെന്ന് നമുക്ക് തീർച്ചയായിട്ടും കരുതാം. ബൈ.